നമസ്കാരം. എറണാകുളത്തെ ഒരു ഷോപ്പിംഗ് മാളിലായിരുന്നു ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്നത്. പ്രായം 23. സെയിൽസ് ഗേൾ ജോലിയിൽ നിന്നുമുള്ള വരുമാനം അമ്മയും അനിയനും അടങ്ങിയ കൊച്ചു കുടുംബത്തിന് ഏറെ ആശ്വാസകരമായിരുന്നു. അവധി ലഭിക്കുന്ന മുറയ്ക്ക് ആ യുവതി ഷൊർണൂരിലെ തന്റെ വീട്ടിലേക്ക് ഓടിയെത്തും. അവളുടെ പേരായിരുന്നു സൗമ്യ. വീഡിയോ തുടർന്നു കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടക്കേടും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. 2011 ഫെബ്രുവരി 1 അന്നും സൗമ്യ ഷൊർണൂരിലെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. ആ ഒരുക്കത്തിന് ഒരു സന്തോഷത്തിന്റെ മേമ്പൊടിയുമുണ്ടായിരുന്നു. സഹപ്രവർത്തകരിൽ ഒരാളുടെ സുഹൃത്ത് ഒരിക്കൽ അവളോട് ഒരിഷ്ടം അറിയിച്ചിരുന്നു. മാന്യമായ ആ സമീപനത്തിൽ അവൾക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അവരുടെ കുടുംബങ്ങൾ ചേർന്ന് തീരുമാനിച്ചു. ആ വിവാഹബന്ധത്തിന്റെ നിശ്ചയത്തിനാണ് സൗമ്യ വീട്ടിലേക്ക് തിരിക്കുന്നത്. ആഹ്ലാദവതിയായി സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് അവൾ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നു. നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അതായിരുന്നു അവളുടെ പതിവ്. വൈകുന്നേരം 5:30 എറണാകുളം ടൗൺ നോർത്തിൽ നിന്നും തീവണ്ടി പുറപ്പെട്ടു. തൃശൂർ ജംഗ്ഷനിലെത്തിയ ട്രെയിനിൽ നിന്നും യാത്രക്കാർ ഏറെ പേരിറങ്ങി. സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലും വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രം. അടുത്ത ജംഗ്ഷനിൽ ആ കമ്പാർട്ട്മെന്റിൽ സൗമ്യക്കൊപ്പം ശേഷിച്ചിരുന്ന മറ്റൊരു സ്ത്രീ കൂടി യാത്ര അവസാനിപ്പിച്ചു. സൗമ്യ മാത്രമായി. വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചിട്ട തീവണ്ടി അല്പനേരത്തിനു ശേഷം യാത്ര തുടർന്നു. ഇനി ഷൊർണൂരിലേക്ക്. ഇതിനിടെ ഒരു മുഷിഞ്ഞ വേഷധാരിയായ, കണ്ടാൽ യാചകനെന്ന് തോന്നിക്കുന്ന ഒരുവന്റെ ദൃഷ്ടി അവളെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഏറെ അലോസരപ്പെടുത്തുന്ന ആ ഒറ്റക്കയ്യന്റെ നോട്ടം അവളിൽ അസ്വസ്ഥതയും ഉണ്ടാക്കിയിരുന്നു. സൗമ്യ തനിച്ചായതോടെ ആ ഒറ്റക്കയ്യൻ അവളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞു. അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ കമ്പാർട്ട്മെന്റിലൂടെ ഓടി. അവിടെ അവളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവളുടെ രക്ഷ തേടിയുള്ള നിലവിളി കേൾക്കാൻ പാകത്തിൽ ഒരു കാതും ആ തീവണ്ടിക്കകത്തുണ്ടായിരുന്നില്ല. ഒറ്റക്കയ്യനെങ്കിലും അസാമാന്യ കായിക ശേഷിയുള്ള അക്രമി അവളെ ക്രൂരമായി ആക്രമിച്ചു. ഒരു വേട്ടപ്പട്ടിയുടെ ക്രൗര്യത്തോടെ അവൻ ആ പാവം യുവതിയെ മൃഗീയമായി മർദ്ദിച്ചു. തല ശക്തിയായി കമ്പാർട്ട്മെന്റിൽ ഇടിച്ചതോടെ സൗമ്യ സ്തബ്ധയായി. ആ ചെറുത്തുനിൽപ്പും നിലവിളിയും നിലച്ചു. ആ ക്രൂരനായ മനുഷ്യമൃഗം ആ യുവതിയെ ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് തള്ളി. പതിയെ നീങ്ങുന്ന ട്രെയിനിൽ നിന്നും ആ നരാധമനും ട്രാക്കിലേക്ക് ലക്ഷ്യമിട്ട് ചാടി ഇറങ്ങി. ഈ സമയം മറ്റൊരു കമ്പാർട്ട്മെന്റിലെ 2 പുരുഷയാത്രക്കാർ ഒരു പെണ്ണിന്റെ നിലവിളിയുടെ നേർത്തനാദം കേട്ടിരുന്നു. അവരിൽ ഒരാൾ അപായച്ചങ്ങല വലിക്കാൻ ഒരുമ്പെട്ടെങ്കിലും മറ്റൊരു മധ്യവയസ്കനായ യാത്രക്കാരൻ നിരുത്സാഹപ്പെടുത്തി. ട്രാക്കിൽ വീണ സൗമ്യയെയും കടന്ന് ആ ട്രെയിൻ ഷൊർണൂരിനെ ലക്ഷ്യമിട്ട് പതിയെ നീങ്ങി. ട്രാക്കിൽ കിടന്ന അവൾക്കു നേരെ ആ ഒറ്റക്കയ്യനും നടന്നടുത്തു. അവളുടെ പരിക്കുപറ്റി നിണമൊലിച്ച ശരീരത്തെ പിന്നെയും അവൻ പിച്ചു ചീന്തി. ജീവച്ഛവമായി കിടന്ന അവളുടെ മൊബൈൽ ഫോണും കവർന്ന് അവൻ അവിടം വിട്ടു. മൃതപ്രായയായി ആ യുവതിയുടെ ശരീരം അവിടെ കിടന്നു. അതേസമയം ട്രെയിനിലിരിക്കെ ട്രാക്കിലേക്ക് വീണ ഒരു സ്ത്രീയുടെ നിലവിളി അലോസരപ്പെടുത്തിയ ആ യാത്രക്കാരൻ ഷൊർണൂർ ജംഗ്ഷനിൽ ഇറങ്ങിയ ഉടൻ ഗാർഡിനെ സമീപിച്ച് വിവരം ധരിപ്പിച്ചു. സംഭവം പെട്ടെന്ന് വള്ളത്തോൾ നഗർ പരിസരത്ത് പരന്നു. സ്റ്റേഷനിലെ ഗാങ്മാനും ചില പരിസരവാസികളും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു. ഈ തെരച്ചിലിനിടെ ട്രാക്കിലൂടെ നടന്നു വന്ന ചിലരുടെ കയ്യിൽ ആ ഒറ്റക്കയ്യൻ എത്തപ്പെട്ടെങ്കിലും തൻ്റെ ശാരീരിക ദൈന്യത കാണിച്ച് അവൻ രക്ഷപ്പെട്ടു. ശേഷം അയാൾ തൃശ്ശൂരിലേക്കും പിന്നീട് പാലക്കാട്ടേക്കും ബസ്സിൽ യാത്ര തുടർന്നു. ടിക്കറ്റില്ലാതെ ചെന്നൈ മെയിലിൽ നിന്നും പിടികൂടി RPF ലോക്കപ്പിൽ ഇടുമ്പോഴും പുറം ലോകം അറിഞ്ഞിരുന്നില്ല ആ കൊടും കുറ്റവാളിയെ. തെരച്ചിലിനൊടുവിൽ രാത്രി 9:30 റെയിൽവേ ട്രാക്കിന്റെ വശത്തായി സൗമ്യയെ കണ്ടെത്തി. ജീവന്റെ നേരിയ ചലനവുമായി അവളെ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കുകളുള്ള ആ ശരീരത്തിന് ഒരു പുനർജീവനം സാധ്യമായിരുന്നില്ല. ഫെബ്രുവരി 6 പകൽ 3 മണിയോടെ സൗമ്യ ഈ ലോകത്തിനോട് വിട പറഞ്ഞു. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ചേലക്കര CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തലയ്ക്കേറ്റ മുറിവായിരുന്നു പ്രധാന മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ട്രാക്കിലേക്ക് അവളെ തള്ളിയിട്ടപ്പോൾ സംഭവിച്ചതാകാമെന്നായിരുന്നു അനുമാനം. പിന്നീട് ഫെബ്രുവരി 3 ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
2011 ജൂൺ 6-നാണ് തൃശൂർ 1-ാം നമ്പർ അതിവേഗ കോടതി കേസിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചത്. 82 സാക്ഷികളെ പ്രതിഭാഗം വിസ്തരിച്ചു. 43ഓളം തൊണ്ടികളും 101 രേഖകളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. 1000 പേജുകളിലായാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഒക്ടോബർ 31-ന് ഗോവിന്ദച്ചാമി കുറ്റക്കാരനെന്ന് തൃശൂർ 1-ാം നമ്പർ അതിവേഗ കോടതി കണ്ടെത്തി. നവംബർ 5-ന് കേസിൽ അന്തിമവാദം പൂർത്തിയാക്കി. നവംബർ 11-ന് വിചാരണ കോടതി ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചു. 2013 ഡിസംബർ 17-ന് ഹൈക്കോടതി വിചാരണ കോടതി വിധി ശരിവച്ചു. 2014 ജൂൺ 9-ന് വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമി സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 2016 സെപ്റ്റംബർ 15-ന് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കി. എന്നാൽ ജീവപര്യന്തം തടവ് പരമോന്നത നീതിപീഠം ശരിവച്ചു. 2017 കേരള സർക്കാർ നൽകിയ തിരുത്തൽ ഹർജിയും സുപ്രീം കോടതി തള്ളിയിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരിക്കെയാണ് 10-ാം നമ്പർ ബ്ലോക്ക് ഷെല്ലിലെ ഇരുമ്പു കമ്പികൾ അറുത്തുമാറ്റി അയാൾ പുറം ലോകത്തെത്തിയത്. 2025 ജൂലൈ 25-ന് നാട്ടുകാരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ വീണ്ടും മറ്റൊരു ഇരയെ തേടി അലയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമി ഒരു യാചകനാണോ? ഒരു യാചകൻ എങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു കേസ് നടത്താനാകും? 20 ലക്ഷത്തിലേറെ രൂപയാണ് ഇയാൾ ഈ കേസിന് ചെലവഴിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈയിടെ അന്തരിച്ച അഡ്വക്കേറ്റ് ബി ആളൂർ ഗോവിന്ദച്ചാമിക്കായി ഹാജരായപ്പോൾ ഒരിക്കൽ ഒരു ചോദ്യത്തോട് പ്രതികരിക്കവേ അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞത് താൻ 5 ലക്ഷത്തോളം രൂപ ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ടെന്നായിരുന്നു. ആരായിരുന്നു ഈ തുക നൽകുന്നതെന്ന ചോദ്യത്തിന് ആളൂർ പറഞ്ഞ മറുപടിയായിരുന്നു പനവേൽ ഗ്രൂപ്പ്. ആരായിരുന്നു പനവേൽ ഗ്രൂപ്പ്? അക്കാര്യം അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. നന്ദി, നമസ്കാരം.